പഠിക്കുന്നില്ല, പക്ഷെ അത് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ കല്ല് എടുക്കേണ്ട രീതി, അതോടുകൂടി അത് പരത്തി ചെറിയ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന രീതി, അവിടെ തുടങ്ങിയിട്ട് നമുക്ക് പ്രതിമകൾക്ക് വരാം. പിന്നെ പെട്ടെന്ന് ഒരു ഗണപതി സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സിമ്പിൾ ഐറ്റംസ് കാണിച്ചു. അതോടുകൂടി ഇതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കിടക്കാം, ശില്പങ്ങളിലേക്ക് കിടക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ POP എടുത്തിട്ട് അതുണ്ടായിരുന്നു കാണിച്ചു തരാം. POP എടുത്തിട്ട് അതിൻ്റെ മോൾഡ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്, ആ മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും ഫൈബർ ഗ്ലാസിലേക്ക് മാറ്റേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത്, അതാണ് നമ്മുടെ വിഷയം. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹിന്ദി അറിയില്ല എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും വേണ്ട, അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കുറേശ്ശെ മലയാളം മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങോട്ട് പറയാൻ കഴിയില്ല എന്നുള്ളൂ, പക്ഷേ പ്രാക്ടിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇതൊക്കെ ഭാഷ അറിയാതെ ചെയ്ത ആൾക്കാർ തന്നെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. ഒന്ന് പരിചയപ്പെടാം. ഞാൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഇവരുടെ ഈ ബാച്ചൊക്കെ നടത്തുന്നത്. കണ്ടിട്ട് ഒന്ന് ഇതിനെ കുറിച്ചൊന്നും ചെയ്യണമെന്നുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ 10 പേരെ മാത്രം എടുത്തിട്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് 15ലേക്ക് അവർക്ക് വരുമ്പോൾ 15ലേക്ക് ആക്കാറുണ്ട്. പക്ഷെ അന്ന് 3 പേര് രജിസ്റ്റർ ചെയ്ത് 3 പേർക്ക് വരാൻ പറ്റാതെ വീട്ടിലെ പ്രോബ്ലം കാരണമാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ 10 മിനിറ്റ് പിള്ളേരെ മാത്രമേ എടുത്തുള്ളൂ. ഞാൻ യൂട്യൂബ് ആയി ക്ലാസ്സിലായിരുന്നു. അത് ഞാനൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എനിക്കൊരു റിസോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊമോട്ടിംഗ് ഭാഗമായിട്ട് അതൊരു ക്യാമ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. അതെവിടെ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതൊരു ക്യാമ്പ് ഇതേപോലത്തെ ഒരു ക്യാമ്പ് അവിടെ വെക്കാം. ഇവിടെ തന്നെ വെച്ചിട്ട് ഒരു ക്യാമ്പ് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ കണ്ടമാന സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഡാൻസിന്റെ ടീച്ചറാണ്. കളിമണ്ണ് അങ്ങനെ അറിഞ്ഞു കൊടുക്കുന്നത് പിന്നെ കൊടുക്കുമ്പോൾ അങ്ങനെ അധികം അറിയില്ല, കുറച്ച് മാത്രം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് കുറച്ചധികം അറിയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട്. അപ്പോൾ പേപ്പർ കണ്ടു, ഞാൻ വിളിച്ചാലും പറഞ്ഞ് 45 വയസ്സിൽ കയറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടീച്ചറാന്ന് പിന്നെ അവിടെ ഞാൻ ടീച്ചറെ വിളിച്ചായിരുന്നു. അപ്പോൾ ടീച്ചർ വന്ന് ടീച്ചർ പറഞ്ഞ് 10 കുറച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരുടെയും ഞാൻ മാനന്തവാടി സ്കൂളിലാണ് കുറ്റോണ്ട് സ്കൂളിലാണ്. പക്ഷേ ഇപ്പോഴും വർക്ക് എക്സ്പീരിയൻസ് ലഭിച്ചത് തിരിഞ്ഞിട്ട് എന്നാൽ തിരിഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും സ്കൂളുകളിൽ നിന്ന് പല കുട്ടികൾക്കും അപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ അത് പഠിച്ചു തരണം. സംസ്ഥാന കാലത്ത് വരെ കുട്ടികൾ മാർക്ക് വാങ്ങുന്നതാണ് കുറേ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഇങ്ങനെ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ വയസ്സത്തിലായിട്ട് വന്നു. വിഷയമല്ല. കാരണം എൻ്റെ ക്ലാസ്സിൽ ഞാൻ തിരുവനന്തപുരം യോഗശാലിയുടെ ക്ലാസ് എടുക്കാൻ പറ്റും. 70 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. 70 വയസ്സുള്ള ആ ക്ലാസ്സിൽ ഏറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 മേലെ വയസ്സുള്ളവരാരില്ല. 70 വയസ്സുള്ള ടീച്ചർ തലേ ദിവസം കണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരണോ? ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം ചോദിച്ചു. എനിക്ക് 70 വയസ്സായി. ഞാൻ പറഞ്ഞു വയസ്സിനല്ല അവിടെ പ്രാധാന്യം, നിങ്ങളുടെ മനസ്സിപ്പോഴും അതിനോട് താല്പര്യമുണ്ടല്ലോ, അപ്പം ധൈര്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊന്നൊരു പ്രായമല്ല ടീച്ചറെ. യെസ്, എൻ്റെ വിജയിച്ചു. ഞാൻ മാത്രമല്ല ഇതുപോലെ മുന്നേ ന്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിന് അപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ നല്ല ഗുണമുണ്ടായിട്ടുണ്ട്. കണ്ണൂർ മോള് കളിമണ്ണിൻ്റെ ചുറ്റും ഉണ്ടാക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കും. ഒരു കാലത്തില്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ള രീതിയിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത്
ശേഷി നന്നായി കളിക്കും. ഉള്ള ശിഷ്യനാണ്. 2014 യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അറിയുന്നത് നാരായണ ചെക്കിക്കോ 2013 ക്ലാസ് വെച്ചിട്ട് പേരിൽ ഹാഫിൻ്റെ പങ്കിയതില്ല. പക്ഷെ എനിക്ക് പിന്നെ ഫൈബർ ക്ലാസ്സിൻ്റെ മിക്സിംഗ് ഒന്ന് പഠിക്കണം കുറേ ആൾക്കാർ. പക്ഷേ അതുകൊണ്ട് കിട്ടില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഇതിനെ പറ്റിയിട്ട് ഉള്ള ഒരു എന്തായാലും ശരിക്കും ഞാൻ നിതിൻ ഗോപാലകൃഷ്ണൻ. എൻ്റെ വീട് എഴുപത്താണ്. എൻ്റെ ജോലി ഇതൊന്നായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ആർട്ട് പഠിച്ചിട്ടുണ്ട്. 7-8 വർഷം സ്കൂൾ ഓഫ് ഫൈനാൻസിൽ ചേരാൻ വേണ്ടിയിട്ട്. പക്ഷേ അമ്മയും അച്ഛനും ടീച്ചേഴ്സായിരുന്നു. ഞാൻ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി കൂടാതെ അമ്മ എന്നെ തിരുവനന്തപുരത്തേക്കാണ് കിട്ടിയത്. എക്സാമിന് പാസ്സായി. എന്നെ വീട്ടില്ല. എൻ്റെ വീട്ടിൽ വരാൻ വേണ്ടിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ പുറത്ത് അമേരിക്കയിലായിരുന്നു. 2014 തിരിച്ചു പോയി. എനിക്ക് അടുത്ത് റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ എല്ലാ പണി എടുക്കാറുണ്ട്. നാട്ടിൽ വന്നിട്ട് എനിക്ക് ബോഡി പെട്ടെന്ന് തീർക്കും. ഞാൻ സൈക്ലിംഗ് ചെയ്യും. പിന്നെ അങ്ങനെ എല്ലാ പണിയും എടുക്കും. ഞാനൊരു ദിവസം മാഷ് അമ്മയും അച്ഛനും അങ്ങനെ കോഴ്സുണ്ട്. KK മാഷ് കൂടെ ഞാൻ വർക്ക് ചെയ്തു. മാഷ് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ പണ്ട് വരച്ച അനാറ്റമിയും ഇതൊക്കെ മാഷ് നോക്കി. അങ്ങനെ ഞാനൊരു വീടിൻ്റെ കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് മാഷ് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ എന്നെ ഹെൽപ്പ് ചെയ്യണം പറഞ്ഞൊരു KKയുടെ ഒരു ചിത്രമുദ്ര തുടങ്ങി. 5 വർഷമായിട്ട് മാഷ് കൂടെയാണ്. അവസാനമായിട്ട് ചെയ്തത് ഈ കോപ്പറേറ്റ് പരിയാർ മെഡിക്കൽ കോളേജിൽ ചിത്രത്തിൽ പ്രധാന സഹായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടൈമുണ്ട്. നമുക്ക് നല്ലതും മോശമായിട്ടില്ല. അപ്പോൾ അതിലേറ്റവും നമ്മളെത്ര ഈ കല ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റ് അതിലേക്ക് എത്തിപ്പെടും. ഞാൻ ശരിക്കും എന്താ പറയുന്നത് മാനസികമായിട്ട് ഭയങ്കര ഡള്ളായിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ ചെയ്തതെന്ന് കയറ്റിയത്. പക്ഷേ ഇപ്പോൾ അവാർഡിന് ഇവിടെ പഠിച്ച പലരും പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളെയൊക്കെ അറിയാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് വന്നപ്പോൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ ഇതുപോലെയുള്ള കോഴ്സുകൾ എൻ്റെ അമ്മയും അച്ഛനും ഇതാണ് ടീച്ചേഴ്സായി മാസ്റ്റർ ടീച്ചേഴ്സായിരുന്നു. പക്ഷേ ഇതുപോലെ ഒരുപാട് ക്രാഫ്റ്റിൻ്റെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് ഉയർത്താൻ നോക്കി. പക്ഷെ നമുക്കുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ ഈ ഇപ്പോഴും ഞാനെൻ്റെ മോനെന്താണോ ഇഷ്ടം അതാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ പിന്നെ നമ്മളെ വീട്ടിലുള്ള സിറ്റുവേഷൻ അമ്മയൊക്കെ മറ്റുള്ളവരെ കുറേ ഇത് വെക്കും. അത് ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചു. ഞാനൊരു 8 വർഷത്തോളം പഠിച്ചിട്ടുണ്ട്. വർണ്ണ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ഹാൻഡ് മെമ്മറി എല്ലാം പാസ്സായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഞാനിതെല്ലാം ഒഴിവാക്കി, വേണ്ടാന്ന് വെച്ചു. പിന്നെ അവസാനം 20 വർഷങ്ങൾക്ക് ശേഷം ഈ സാഹചര്യത്തിലേക്ക് വന്നു. പിന്നെ ഈ ഊർജത്തിനെ പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടറിയാം. ഇപ്പോൾ ചെറിയ ഡ്യൂറേഷൻ ആണെങ്കിലും പലരും അതിനെക്കൊണ്ട് പല ഉപജീവനവും വളരെ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു ആഗ്രഹത്തിലാണ് മാഷ് ഞാൻ കൂടിയിട്ടുണ്ടാവും. മാഷിനോട് ഞാൻ മാഷോട് ചോദിച്ചു, മാഷ് ഇങ്ങനെ ഒരു സംഭവം വീടുകളൊരു പിന്നെ ഇവരാണ് എന്നോട് പറഞ്ഞത്, ബെന്നിയേട്ടനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനത്തെ പിന്നെ കോഴ്സ് ഉണ്ട്, നീ വരുന്നുണ്ടോ ചോദിച്ചു. എനിക്കത്രയുള്ള വയസ്സായിട്ട് എനിക്ക് 45, പക്ഷെ അതിൽ 44 കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആ ടൈം അത് കഴിഞ്ഞു എന്ന് വെക്കേണ്ടതെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. പിന്നെ മാഷ് പിന്നെ അങ്ങനെ മാഷ് ഞാനും കൂടി ഒരു ഇത് കാണുന്നത്. മാഷ് പറഞ്ഞ് എന്തായാലും ഒന്ന് കൂടി നോക്കണം. ഞാൻ ഉദ്ഘാടനം ചെയ്താൽ മാഷ് നാളെ വരുന്നുണ്ട്. പിന്നെ ഡോക്ടർ വരണമെന്നുള്ളത് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഇത് പറഞ്ഞിട്ട് നീണ്ടുപോയി. ഫേമസ് ആർട്ടിസ്റ്റ് നമ്മളെ പിന്നെ ആർട്ടിസ്റ്റ് ക്ലാസ്സിൽ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് 2ാമത്തെ പ്രാവശ്യം, ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം കൂടിയാണ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ അച്ഛൻ്റെ പേർക്ക് വീണ്ടും പങ്കെടുക്കുന്നത്. എൻ്റെ പേര് ദീന. ഈ ചെയ്യുന്ന പേര് യൂറോപ്യൻ ഇവിടെ പഠിച്ചിറങ്ങിയിട്ട് വെറുതെ ഒരുപാട് ബിസിനസ് ചെയ്ത് എല്ലാവരും ചെയ്തു. പിന്നെ കുറേ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതായിരുന്നു. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ കൂടാണ്ട് ഇത് പെയിൻറ്റിങ്ങിൽ എൻ്റെ കമ്മ്യൂണിറ്റി ടീച്ചറായിട്ട് PTPC കഴിഞ്ഞു. അപ്പോൾ അതിൽ സ്കൂളിലെല്ലാം പഠിപ്പിക്കാൻ അങ്ങനെ അതും പിന്നെ ഇത് വർക്കാണ് അതെ സ്കൂളിൽ ചെയ്യുമ്പോൾ അയച്ചു തരും.
Ramesh ji, Yes, sir. okay, ready? Yes. Good.